ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിഗ്രി ഹെൽപ്പറിലോട്ട് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3rd സെമസ്റ്റർ BA ഡിഗ്രി പ്രോഗ്രാമിൻ്റെ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടുള്ള ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 2ൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 2ൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, ഡിഗ്രി ഹെൽപ്പറിൽ അവൈലബിൾ ആണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 2 പൊതുധനകാര്യവും ധനനയങ്ങളും അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ് ആൻഡ് ഫിസിക്കൽ പോളിസീസ് എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ടോപ്പിക്ക് നമുക്കൊന്ന് നോക്കാം. അതായത് 2 മാർക്കിനുള്ള ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം 2 മാർക്കിനുള്ള ഒന്നാമത്തെ ചോദ്യമാണ് മൊഡ്യൂൾ 2ൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. പബ്ലിക് റവന്യൂ അല്ലെങ്കിൽ പൊതുവരുമാനം എന്നത് എന്താണ്? അതായത് നമുക്കറിയാം, ഏതൊരു സാമ്പത്തിക ഏജൻസിയെ പോലെ തന്നെ നമുക്കും ഗവൺമെൻറ്റിനും അതിൻ്റേതായ സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ നടക്കണമെങ്കിൽ വരുമാനം ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഈ വരുമാനങ്ങളൊക്കെ ലഭിക്കുന്നത് വ്യത്യസ്ത ഉറവിടങ്ങളിൽ നിന്നാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനങ്ങളുടെ ആകെ തുകയാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. എന്താണ്? ഗവൺമെൻറ്റിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനങ്ങളുടെ ആകെ തുകയെ പൊതുവരുമാനം എന്ന് പറയുന്നുണ്ട് അല്ലേ. ഈ പൊതുവരുമാനം എന്ന് പറയുന്നത് നമുക്ക് വ്യത്യസ്ത രീതിയിലാണ് കിട്ടുന്നത്. അതായത് എങ്ങനെയാണ് പൊതുവരുമാനം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ, പൊതുവരുമാനത്തിൻ്റെതായ ചില ഉറവിടങ്ങൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ അതിന് സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഒന്നാമത്തത് എന്ന് പറയുന്നത് നികുതി വരുമാനമാണ്, അല്ലെങ്കിൽ ടാക്സ് റവന്യൂ ആണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് നികുതിയേതര വരുമാനമാണ്. എന്താണ്? നികുതി വരുമാനമുണ്ട്. നികുതിയേതര വരുമാനത്തിലൂടെയാണ് പൊതുവരുമാനത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നികുതി വരുമാനം അല്ലെങ്കിൽ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ വരുമാനം ലഭിക്കുന്നത് ഈ നികുതി വരുമാനത്തിലൂടെയാണ്. അതായത് നമുക്കറിയാം, ആദായ നികുതി, സ്വത്ത് നികുതി, വിൽപ്പന നികുതി, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ടാക്സസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിലൂടെയാണ് ഒരു വലിയൊരു വരുമാനം ആർക്ക് ലഭിക്കുന്നത്? ഗവൺമെൻറ്റിന് ലഭിക്കുന്നത്. എന്താണ് ഈ നികുതി വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പൊതുവരുമാനത്തിൻ്റെ ഉറവിടത്തിലെ ഏറ്റവും വലിയ വരുമാനം ലഭിക്കുന്നത് നികുതി വരുമാനത്തിലൂടെയാണ് അല്ലേ. അതായത് ഉദാഹരണത്തിന് ആദായ നികുതി, സ്വത്ത് നികുതി, വിൽപ്പന നികുതി എന്നിങ്ങനെയുള്ള നികുതികളിലൂടെയാണ് പ്രധാനമായിട്ടും വരുമാനമായിട്ട് സർക്കാരിന് ലഭിക്കുന്നത്. അതായത് പൊതുനന്മയ്ക്കോ അല്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ള ഒരു സംഭാവന എന്ന രീതിക്കോ ഓരോ പൗരനും മേൽ ചുമത്തുന്ന നികുതികളാണ് ഈ ഒരു നികുതി വരുമാനത്തിൽ ഉൾപ്പെടുന്നത്. ആദായ നികുതി, സ്വത്ത് നികുതി, വിൽപ്പന നികുതി എന്നിവയൊക്കെ തന്നെയും ഇതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തത്, അതായത് പൊതുവരുമാനത്തിൻ്റെ ഉറവിടത്തിൻ്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നികുതിയേതര വരുമാനത്തിലൂടെയാണ്. നികുതിയേതര വരുമാനത്തിലൂടെ ലഭിക്കുന്നത് ഏതൊക്കെ രീതികളിലൂടെയാണെന്ന് വെച്ചാൽ, ഭരണനിർവഹണം, വ്യാപാര സംരംഭങ്ങൾ, ദാനങ്ങൾ, ധനസഹായങ്ങൾ എന്നിവയിലൂടെയാണ്. ഏതിലൊക്കെയാണ് നികുതിയേതര വരുമാനം ലഭിക്കുന്നത്? ഭരണനിർവഹണം, വ്യാപാര സംരംഭങ്ങൾ, ദാനങ്ങൾ, ധനസഹായങ്ങൾ എന്നിവയിലൂടെയാണ് നികുതിയേതര വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ഈ ഭരണനിർവഹണത്തിൽ വരുന്നതാണ് ഫീസ്, ലൈസൻസ് ഫീസ്, പ്രത്യേക ജമകൾ, പിഴകളും ശിക്ഷകളും, ഫോർ ഫീച്ചർ, അതുപോലെ തന്നെ അന്യം നിൽക്കൽ അല്ലെങ്കിൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഫീസുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കോർട്ട് ഫീസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫീസ്, സ്റ്റാമ്പ് ഫീസ് എന്നിവയൊക്കെ തന്നെയും ഈ ഫീസുകൾക്ക് ഉദാഹരണമാണ്. അത് എങ്ങനെയാണ് നൽകുന്നത്? അതായത് ഒരു വ്യക്തിക്ക് പ്രയോജനം ലഭിക്കത്തക്ക വണ്ണം ഒരു പ്രത്യേക സേവനം നൽകുന്നതിന് സർക്കാർ ആ വ്യക്തിയിൽ നിന്ന് നിർബന്ധിതമായി ഈടാക്കുന്ന തുകയാണ് ഫീസ്. അതായത് ഒരു വ്യക്തിക്ക് പ്രയോജനം ലഭിക്കത്തക്ക വിധത്തിൽ എവിടെ നിന്ന് സേവനം ലഭിക്കുന്നുണ്ട്? സർക്കാരിൽ നിന്നും സേവനം ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ സർക്കാരിൽ നിന്ന് സേവനം ലഭിക്കുന്നതിന് ഈടാക്കുന്നതാണ് എന്ത്? ഈ ഫീസ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് നൽകുന്നത്?
സർക്കാരിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഏതെങ്കിലും സേവനത്തിനു പകരം ഒരു വ്യക്തി സർക്കാരിന് നൽകുന്നതാണ് ഫീസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നൽകുന്നത് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ ഫീസിലൂടെ, കോർട്ട് ഫീസിലൂടെ, അല്ലെങ്കിൽ സ്റ്റാമ്പ് ഫീസിലൂടെ എന്നിവയൊക്കെ നമുക്ക് ഈ ഒരു ഫീസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം എന്താണ് ഫീസ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഭരണനിർവഹണത്തിൽ ഉൾപ്പെടുന്നതാണ് ഫീസുകൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് ലൈസൻസ് ഫീസ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ലൈസൻസ് ഫീസ് നൽകുന്നത്? എന്തിനെങ്കിലുമുള്ള ഒരു അനുമതി നൽകുന്നതിന് വേണ്ടി ഈടാക്കപ്പെടുന്നതാണ് ലൈസൻസ് ഫീസുകൾ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് അറിയാം, ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ നമുക്ക് ലൈസൻസ് ഫീസ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഫീസ് കൊടുക്കണം, പിന്നെ മദ്യത്തിന് നമ്മൾ ഫീസ് കൊടുക്കണം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഫീസുകൾ, ലൈസൻസ് ഫീസുകൾ, നമ്മളൊരു കാര്യം തുടങ്ങാൻ അനുമതി വാങ്ങിക്കണ്ടേ, അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്നതാണ് ലൈസൻസ് ഫീസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭരണനിർവഹണത്തിൽ ഉൾപ്പെടുന്നതാണ് ഫീസും ലൈസൻസ് ഫീസും. അപ്പോൾ അത് രണ്ട് നമ്മൾ നോക്കി. ഇനി അടുത്തതാണ് പ്രത്യേക ജമകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ പ്രത്യേക ജമകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൊതു താല്പര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ പൊതു താല്പര്യത്തിന് വേണ്ടി ഇപ്പോൾ ഒരു സ്ഥലം എടുക്കുക. ആ സ്ഥലത്തിൽ റോഡ് നിർമ്മാണം നടക്കുകയാണ്, അല്ലെങ്കിൽ തെരുവ് വിളക്കുകളുടെ വികസനം നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ആ സ്ഥലത്തിന് എന്ത് സംഭവിക്കും? ആ സ്ഥലത്തിന് വികസനം ഉണ്ടാവുകയാണ് അല്ലേ. അപ്പോൾ വികസനം ഉണ്ടാവുമ്പോൾ പൊതുവെ അവിടെ എന്തുണ്ടാവും? ആ വസ്തുക്കൾ, അവിടെയുള്ള വസ്തുക്കൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള സ്ഥലത്തിനൊക്കെ എന്ത് ചെയ്യും? മൂല്യം വർദ്ധിക്കും അല്ലേ. മൂല്യം വർദ്ധിക്കുമ്പോൾ, ഇങ്ങനെ വർദ്ധിക്കുന്ന സമയത്ത് അവിടുത്തെ അതൊക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, അവിടുത്തെ ചെലവിൻ്റെ ഒരു പങ്ക് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചുമത്തുന്ന നികുതികളാണ് പ്രത്യേക ജമകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് വർധനവിനനുസരിച്ച് അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നികുതി ഈടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫീസ് ഈടാക്കുന്നുണ്ട്. മനസ്സിലായോ എന്താ? അതായത് ഒരു പ്രദേശത്ത് വികസനം സംഭവിക്കുമ്പോൾ അവിടത്തെയുള്ള വസ്തുക്കൾക്ക് അല്ലെങ്കിൽ പ്ലോട്ടുകൾക്ക് എന്ത് ചെയ്യും? വില വർദ്ധിക്കും അല്ലേ. അപ്പം അങ്ങനെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, അതിൽ നിന്ന് ആര് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്? സർക്കാരുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അടുത്ത പോയിന്റാണ് പിഴകളും ശിക്ഷകളും, അല്ലെങ്കിൽ ഫീസസ് ആൻഡ് പെനാലിറ്റീസ്. അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ, നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും വീഴ്ച വരുത്തുക, അല്ലെങ്കിൽ കൃത്യനിർവഹണത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുക, അല്ലെങ്കിൽ നിയമലംഘനം നടത്തുക, സർക്കാർ ചുമത്തുന്ന കാര്യങ്ങളിൽ നമ്മൾ നിയമലംഘനം നടത്തുക, അല്ലെങ്കിൽ കൃത്യനിർവഹണത്തിന് വീഴ്ച വരുത്തുക, ഈ ഒരു സന്ദർഭങ്ങളിൽ സർക്കാർ ചുമത്തുന്ന നികുതികളാണ് പിഴകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശിക്ഷകൾ എന്ന് പറയുന്നത്. അതായത് കരാർ ലംഘനം, അങ്ങനെയൊക്കെ കരാർ ലംഘനത്തിലൂടെയോ അല്ലെങ്കിൽ ബാധ്യത നിറവേറ്റുന്നതിന് വീഴ്ച വരുത്തുന്നതിലൂടെയൊക്കെ നമുക്ക് എന്ത് കിട്ടും? പിഴകളും ശിക്ഷകളും ലഭിക്കാറുണ്ട് അല്ലേ. അപ്പോൾ പിഴകൾക്ക് നമുക്കറിയാം, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റ് ഇടാതെ പോകുമ്പോൾ നമുക്ക് കിട്ടില്ലേ, അതൊക്കെ എന്താണ്? ഈ ശിക്ഷകളും പിഴവുകളും എന്നതിൽ വരുന്നതാണ്. അതായത് ഭരണനിർവഹണമായിട്ടുള്ള നികുതിയേതര വരുമാനത്തിൽ ഉൾപ്പെടുന്ന ഭരണനിർവഹണ രീതിയിൽ വരുന്നതാണ് ഈ പിഴകളും ശിക്ഷകളും എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്. എന്താണ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്? ഒരാളിപ്പോൾ കോടതിയിൽ ഹാജരാകുന്നതിൽ ഒരാൾ വൈകി, അല്ലെങ്കിൽ അയാൾ കോടതിയിൽ ഹാജരായില്ല, അതിനു വേണ്ടി ചുമത്തുന്ന നികുതികളാണ് ഈ ഫോർഫീച്ചർ എന്ന് പറയുന്നത്. ഫോർഫീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വരുമാന ഉറവിടമായിട്ട് കണക്കാക്കാറില്ല, പക്ഷേ ഈ ഫോർഫീച്ചർ എന്ന് പറയുന്നതും വരുമാന ഉറവിടത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്? ഇനി അടുത്തതാണ് അന്യം നിൽക്കൽ, അല്ലെങ്കിൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരാളിപ്പോൾ മരിച്ചുപോയി, അപ്പോൾ അയാൾക്ക് ആരില്ല? അനന്തരാവകാശിയോ അല്ലെങ്കിൽ അയാളുടെ രക്തബന്ധങ്ങളോ ആരും ഇല്ല. അപ്പോൾ അത് ആർക്ക് പോകും? ആ സ്വത്ത് ആർക്ക് പോകും? സർക്കാരിലേക്ക് കണ്ടുകെട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അതും എന്തായി കണക്കാക്കുന്നുണ്ട്? പൊതുവരുമാനമായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നികുതിയേതര വരുമാനത്തിൽ ഉൾപ്പെടുന്ന, ഭരണനിർവഹണത്തിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? ഫീസ്, ലൈസൻസ്, പ്രത്യേക ജമകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ അസസ്മെൻറ്റ്, പിഴകൾ അല്ലെങ്കിൽ ശിക്ഷകൾ, പിന്നെ ഫോർഫീച്ചർ, പിന്നെ എസ്റ്റേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ
പരമായ വരുമാനം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ശുദ്ധജലം, അതുപോലെ തന്നെ സിലിണ്ടർ, വൈദ്യുതി അങ്ങനെയുള്ളതിനൊക്കെ കൊടുക്കില്ലേ, അതാണ് വ്യാപാരപരമായിട്ടുള്ള റെയിൽവേ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ നമുക്ക് ഈടാക്കാറുണ്ട് അല്ലേ. അതൊക്കെ ഏതിലാണ് ഉൾപ്പെടുക? വ്യാപാരപരമായിട്ടുള്ള നികുതികളിലാണ് ഉൾപ്പെടുക. പിന്നെ അതുപോലെ തന്നെ സംരംഭങ്ങൾ, ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ ഈടാക്കുന്നില്ലേ, അതും നികുതിയേതര വരുമാനത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ധനസഹായങ്ങൾ നൽകുന്നത്, അതൊക്കെ ഏതിലാണ് ഉൾപ്പെടുക? ഈ നികുതിയേതര വരുമാനത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ എന്താണ് പബ്ലിക് റവന്യൂ എന്ന കാര്യം മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യമാണ് ബഡ്ജറ്റ്. എന്താണ് ബഡ്ജറ്റ്? ബഡ്ജറ്റ് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലേ. അപ്പോൾ എന്താണ് ബഡ്ജറ്റ്? അതിനൊരു ഡെഫിനിഷൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ അറിയണം. അപ്പോൾ എന്താണ് ബഡ്ജറ്റ് എന്ന് നോക്കാം. ബഡ്ജറ്റ് അതായത് ബോഗറ്റെ എന്നൊരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് പദത്തിൽ നിന്നാണ്, ബോഗറ്റെ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ബഡ്ജറ്റ് എന്ന പദം രൂപം കൊണ്ടത്. അപ്പോൾ ബോഗറ്റെ എന്ന് പറഞ്ഞാൽ ചെറിയ തുകൽ സഞ്ചി എന്നാണ് അർത്ഥം. എന്താണ് ബോഗറ്റെ എന്ന് പറഞ്ഞാൽ? എന്താണ്, ഒരു ചെറിയ തുകൽ സഞ്ചി എന്നാണ് അർത്ഥം. അതായത് സർക്കാരിൻ്റെ വരുന്ന സാമ്പത്തിക വർഷത്തിലേക്കുള്ള ധനകാര്യപരമായ രേഖകൾ അടങ്ങിയ സഞ്ചി അല്ലേ. സർക്കാരിൽ വരുന്ന സാമ്പത്തിക വർഷത്തിലേക്കുള്ള ധനകാര്യപരമായ രേഖകൾ അടങ്ങിയ സഞ്ചി എന്ന് പറഞ്ഞാൽ, അതായത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയി പറയുകയാണെങ്കിൽ, വരുമാനം ആർജിക്കലും അത് എങ്ങനെ സാമ്പത്തിക കാര്യങ്ങളിൽ ക്രമീകരിക്കുന്നു എന്നതാണ് ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വരുമാനം ലഭിക്കുന്നു, വരുമാനം എങ്ങനെയൊക്കെയാണ് ലഭിക്കുന്നത് നമ്മൾ നോക്കിയില്ലേ. അതിൽ നിന്ന് അതെങ്ങനെയൊക്കെയാണ് നമ്മൾ വിനിയോഗിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മളൊരു രാഷ്ട്രത്തിൽ, ഒരു ഭരണനിർവഹണത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് എന്നതാണ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തികപരമായ ഭരണനിർവഹണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ബഡ്ജറ്റ് അല്ലേ. സർക്കാർ സാമ്പത്തികപരമായ ഭരണനിർവഹണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റിൽ നമ്മൾ എന്താ കാണിക്കുക? ഗവൺമെന്റിന്റെ വരവ് ചെലവ് കാണിക്കുന്ന വാർഷിക ധനകാര്യ പ്രസ്താവനകളാണ് ബഡ്ജറ്റ് അല്ലെ. സർക്കാരിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വരവ് ചെലവ് കണക്ക് കാണിക്കുന്ന ഒരു വാർഷിക ധനകാര്യ പ്രസ്താവനകളാണ് ബഡ്ജറ്റ്. നമുക്കറിയാം ബഡ്ജറ്റ് ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ അവതരിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? മാർച്ച് ഒരു ഏപ്രിൽ മാസത്തിൽ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എന്താണ്, ഒരു വരവ് ചെലവുകൾ കാണിക്കണം. അതിൽ നമുക്കറിയാം അല്ലേ, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് നമുക്കറിയാലോ. ചില സാധനത്തിന് വില കൂടും, ചില സാധനത്തിന് വില കുറയ്ക്കും അല്ലേ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കാണിക്കുന്ന വാർഷിക ധനകാര്യ പ്രസ്താവനകളാണ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരുമാനം ലഭിക്കുന്നു, ആ വരുമാനം എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്, ഏതൊക്കെ ഭരണനിർവഹണത്തിലാണ് അത് ഉൾപ്പെടുത്തുന്നത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിലൂടെയാണ് അല്ലേ. ബഡ്ജറ്റ് പ്രമേയം പാസ്സാക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അതിലൂടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബഡ്ജറ്റ് നോക്കി. ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത് പബ്ലിക് ഡെപ്റ്റ് അല്ലെങ്കിൽ പൊതുകടം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഗവൺമെൻറ്റിനൊരു കടം അല്ലെങ്കിൽ സർക്കാരിന് കടമുണ്ടാവുന്നത്? അതായത് നമ്മൾ പറഞ്ഞു നികുതിയും നികുതിയേതര വരുമാനത്തിൽ നിന്നാണ് ഒരു പൊതുവരുമാനം ആർക്കുണ്ടാവുന്നത്? നമ്മുടെ ഗവൺമെൻറ്റിന് ഉണ്ടാകുന്നത്. പക്ഷേ സർക്കാർ വിഭാവനം ചെയ്യുന്ന ചെലവ് വിഭാവനം ചെയ്യുന്ന വരുമാനത്തേക്കാൾ അധികമാവുമ്പോഴാണ് കടം ഉണ്ടാവുന്നത്. അതായത് സർക്കാർ ഒരു ചെലവ് വിഭാവനം ചെയ്യുന്നു, പക്ഷേ അത് എന്താണ്, ചെലവെന്ത് ചെയ്യും വരുമാനത്തേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, വരുമാനത്തേക്കാൾ അധികമാവുമ്പോഴാണ് കടം ഉണ്ടാകുന്നത് അല്ലേ. അതായത് പൊതു അധികാരത്തിലുള്ളവരുടെ കടം വാങ്ങലിനെയാണ് പൊതുകടം എന്ന് സൂചിപ്പിക്കുന്നത് അല്ലേ. നമുക്കൊരു ബഡ്ജറ്റ്, നമുക്കൊരു വരുമാനമുണ്ട്, ആ വരുമാനത്തിനനുസരിച്ച് ചെലവാക്കിയില്ലെങ്കിൽ നമ്മൾ പറയും സർക്കാർ കടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ, അതായത് ചെലവിനേക്കാൾ വരുമാനത്തേക്കാൾ ചെലവ് വന്നെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നു? പൊതുകടം അല്ലെങ്കിൽ പബ്ലിക് ഡെപ്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ കടം നമ്മൾ സർക്കാർ കടം എടുക്കുന്നുണ്ട്. എവിടെ നിന്നാണ് കടം എടുക്കുന്നത്? ബിസിനസ് സംഘടനകൾ, അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ളവയിൽ നിന്നാണ് എന്തെടുക്കുന്നത്? കടം എടുക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ഷോർട്ട് ടേമിലായിരിക്കും, അല്ലെങ്കിൽ ഹ്രസ്വ കാലയളവിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കടം എടുക്കുക, ചിലപ്പോൾ അത് ലോങ് ടൈമിലേക്കും പോവാറുണ്ട്. അപ്പോൾ ബോണ്ടുകളിലൂടെയാണ് ഈ പൊതുകടം സർക്കാർ ബോണ്ടുകളിലൂടെയാണ് സമാഹരിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ പറഞ്ഞ പോലെ ഹ്രസ്വ കാലയളവിലൊക്കെ ആണെങ്കിൽ അത് സമാഹരിക്കുന്നത് ട്രഷറി ബില്ല് വഴിയാണ്.
മനസ്സിലായോ? അപ്പോൾ പൊതുകടം, നമ്മളിപ്പോൾ ഒരു വ്യക്തി കടം വാങ്ങാറുണ്ട് അല്ലേ, നമ്മളും അതുപോലെ തന്നെ ചിലവ് കൂടുമ്പോൾ, നമ്മുടെ വരുമാനത്തേക്കാൾ ചിലവ് കൂടുമ്പോൾ കടം വാങ്ങാറുണ്ട്. അതേപോലെ തന്നെയാണ് ആർക്ക് വരുന്നത്? നമ്മുടെ സർക്കാരിന് വരുന്നത്. അതായത് ഒരുപാട് നമ്മൾ വരുമാനത്തേക്കാൾ ഒരുപാട് ചിലവ് വരുമ്പോഴാണ് പൊതുകടം ഉണ്ടാകുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, FRBM ആക്ട്. എന്താണ് ഈ FRBM ആക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2003 പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് FRBM ആക്ട് എന്ന് പറയുന്നത്. അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട്. എന്താണ്? ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്റ്റാണ് ഈ FRBM ആക്ട് എന്ന് പറയുന്നത്. അതായത് 2003 ഓഗസ്റ്റ് 26 നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഈ FRBM ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ധനപരമായ അച്ചടക്കത്തിൻ്റെ സ്വഭാവം വളർത്തൽ എന്നതായിരുന്നു. എന്താണ്? രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ധനപരമായിട്ടുള്ള ഒരു അച്ചടക്കത്തിൻ്റെ സ്വഭാവം വളർത്തുക എന്നതാണ് അല്ലേ. അതായത് ധനവരുമാന കമ്മി കുറയ്ക്കുന്നതിലൂടെ എന്താവും? കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക, അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സ് മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? മാക്രോ എക്കണോമിക്സ് മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തിക്കൊണ്ട് ധനവരുമാന കമ്മി കുറയ്ക്കുന്നതിനുള്ള മാർഗമാണ് FRBM. 5ാമത്തെ ചോദ്യമാണ് ടാക്സ് അല്ലെങ്കിൽ നികുതി. എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ ടാക്സ് എന്ന് പറയുന്നത്? പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സർക്കാർ പൗരന്മാരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്നതാണ് നികുതി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ആദായ നികുതി വരും, അതുപോലെ തന്നെ എന്താണ് വരുമാന നികുതി, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള നികുതികളൊക്കെ ഇതിൽ ഉൾപ്പെടും അല്ലേ. ആദായ നികുതി, സ്വത്ത് നികുതി, വിൽപ്പന നികുതി എന്നിവയിലൂടെയൊക്കെ തന്നെയും പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സർക്കാർ പൗരന്മാരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്നതാണ് നികുതി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രത്തോളം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് പബ്ലിക് റവന്യൂ എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ ബഡ്ജറ്റ്, അതുപോലെ തന്നെ പബ്ലിക് ഡെപ്റ്റ് അല്ലെങ്കിൽ പൊതുകടം, അതുപോലെ തന്നെ FRBM ആക്ട് എന്താണെന്ന് നോക്കി, ടാക്സിൻ്റെ നിർവചനം എന്താണെന്ന് നോക്കി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ടോപ്പിക്സ് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.